മലപ്പുറം കൂരിയാട് പണി നടന്നുവരുന്ന ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് തേടിയത്. റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ അടിയന്തര നടപടിയെടുക്കുമെന്നും ഇതിനായി ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചന നടക്കുകയാണെന്നും NHAI അറിയിച്ചിരുന്നു. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ ഇന്ന് NHAI സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ട് അത് എത്രത്തോളം നിർണായകമാണ്? ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും ചില നടപടികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് കാര്യങ്ങൾ വിശദമായി തന്നെ പഠിക്കാൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിക്കുമോ? അനുജ, അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടായിരിക്കും NHAI ഹൈക്കോടതിയിൽ സമർപ്പിക്കുക. ഈ 16-ാം തീയതി സംഭവം ഉണ്ടായ 3-ാം ദിവസമാണ് കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഈ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഗണിക്കുന്ന ബെഞ്ചാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു വലിയ ആശങ്ക ജനങ്ങൾക്കുണ്ട്. ഈ മലപ്പുറത്തെ ദേശീയപാത തകർച്ചയുമായി ബന്ധപ്പെട്ട ആ ആശങ്കകൾ പരിഹരിക്കണം, എന്താണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികളെന്ന് NHAI വ്യക്തമാക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചത്. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു വരികയാണ്, ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ട് എന്നായിരുന്നു അന്ന് NHAI നൽകിയ മറുപടി. പക്ഷേ ഇന്നലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതിന്റെ ഈ പദ്ധതി നടപ്പാക്കുന്ന പ്രൊജക്ട് ഉദ്യോഗസ്ഥർക്കടക്കം ഇതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ടായിരിക്കും ഇന്ന് NHAI റിപ്പോർട്ട് സമർപ്പിക്കുക. കോടതിയുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതും ഏറെ സുപ്രധാനമാണ്. നേരത്തെ ഈ NHAIയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോടതി തന്നെ അമിക്കസ് ക്യൂറിയെ വെച്ച് പല വിവരങ്ങളും ശേഖരിച്ചിരുന്നു. പ്രത്യേകിച്ച് തുറവൂരിലെ മേൽപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ അമിക്കസ് ക്യൂറിയെ വെച്ച് അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ കോടതി അത്തരത്തിലൊരു ഇടപെടലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കോടതി തന്നെ നേരിട്ടൊരു സമിതി വെച്ച് അന്വേഷിപ്പിച്ച് റിപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഈ NHAIയുടെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനുജ, ശരി. ദേശീയപാതയിൽ വിള്ളലുണ്ടായ സംഭവത്തിലാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ NHAI റിപ്പോർട്ട് സമർപ്പിക്കുന്നത്.